ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ തുട്ടി വിത്ത് കുട്ടീസ്. നമ്മളുടെ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പാണ് കേട്ടോ ഞങ്ങളീ പോണത്. ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കുറേ നാളെ വന്ദേ ഭാരതിലൊന്ന് കയറണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം വന്ദേ ഭാരത് എങ്ങനെയാണ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രധാനമായിട്ടും ട്രെയിനിൽ കയറിയിട്ടുള്ളത് എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം ഗുരുവായൂർക്കൊന്ന് പോയി, അത് നമ്മൾ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറണത് വന്ദേ ഭാരതിലാണ്. ഞങ്ങൾക്ക് ആർക്കും വലിയ പിടുത്തമില്ല, അതാണ് ഞങ്ങളിങ്ങനെ ഇരിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ട്രെയിനിൽ പോയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. ചേട്ടനായാലും ഞാനായാലും കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മളങ്ങനെ പോകുന്നല്ലാണ്ട് ട്രെയിനിൽ പോയി ദൂരയാത്രകളായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അന്തം കുന്തമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ അനിയനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ് എവിടെ നിന്നാണ് ഏത് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് കയറേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് വന്ദേ ഭാരത് എത്തി. അപ്പോൾ അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഏത് കോച്ചിൻ്റെ അവിടെ നിൽക്കണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടാനെ. അപ്പം ഞങ്ങളിത് വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനാ പറയണത്, റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൂടെയൊക്കെ പോകുന്നല്ലാണ്ട് ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ടീ, പിന്നെ ചെറിയ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അവർ കൊണ്ടുവന്നു. പിന്നെ അതേ ഞങ്ങൾക്ക് സീറ്റിങ് ഒരാളുടെ സീറ്റ് മാത്രം അപ്പുറത്തെ ബോഗിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ടീറ്റിയോട് പറഞ്ഞ് ഇവിടെ ആളുകളില്ല അങ്ങനെ ഇരുന്നോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പങ്കപ്പാടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടാണ് സീറ്റ് കിട്ടിയത്. പിന്നീട് അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയിട്ടാണ്. പല സ്റ്റോപ്പിൽ നിന്നും ചിലവരൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകളില്ലാത്ത വശം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കറക്റ്റൊക്കെ ആയിട്ടിരുന്നു. അത് കാരണം തുടക്കത്തിൽ ഒരു അമ്പരപ്പുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ വന്ദേ ഭാരതിൽ ഇരിക്കാനായിട്ട്. നമ്മൾ ഭയങ്കര അവിടെ എത്തിയതറിഞ്ഞില്ല, കംഫർട്ടായിരുന്നു. എത്ര നേരം കൊണ്ടാണ് ട്രെയിനിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്, അത്രയും രസമായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് വന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കട്ടെ അവർ. എൻ്റെ ഫുഡ് വന്നില്ല, കാരണം ഞാൻ അപ്പുറത്ത് പോകില്ലാണല്ലോ. അത് കാരണം എനിക്ക് ഇത്തിരി കുറച്ച് ലേറ്റായി. കുറച്ച് വെച്ചാൽ നല്ലോണം ലേറ്റായി. അവിടെ ഓർക്കണ നേരത്താണ് നമുക്കും എത്തിയത്. അത് കാരണം ഞാൻ അവരെ നിന്ന് കുറച്ച് എടുത്ത് കഴിച്ച് എൻ്റെ ഫുഡ് വരുമ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. അത് ബാക്കിയാക്കും നമ്മൾ, അത്രയ്ക്കും ഉണ്ട് ക്വാണ്ടിറ്റി. നമുക്ക് കാണുന്ന പോലെയല്ല, ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, നല്ല കറികളും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കയറി തിരുവനന്തപുരത്ത് ഒരു 3:30 എത്തിയിട്ടാണ്. വേഗം എത്തി. പിന്നത്തെ കാര്യം, എനിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന് നിന്നപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്ര കൊല്ലമായിട്ടും റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയണില്ല, എങ്ങനെയാണ് എവിടെയാണ് നിൽക്കണ്ടേ ഒന്നും അറിയണില്ല. എനിക്കത് ഭയങ്കര എന്തോ നാണക്കേട് പോലെ തോന്നണം. കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളും ഇങ്ങനെയും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. തിരുവനന്തപുരത്തേക്ക് നമ്മളിപ്പോൾ 3ാമത്തെ വട്ടം അങ്ങനെയൊക്കെ പോകണ്ട. ലാസ്റ്റ് ടൈം പോയത് തനുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ചെയ്ത് നമ്മളവിടെ എത്തി ഇറങ്ങാനായിട്ട് നിൽക്കട്ടോ. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടാ. അതും കണ്ടു. 2 റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് പണ്ട് തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പുറമെന്ന് കണ്ടിട്ടുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ. എന്നാൽ പോലും തൃശ്ശൂർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ അതേ ഇറങ്ങി. ഞങ്ങൾ വണ്ടി ഇല്ലാത്ത കാരണം എന്തൊരു ചെയ്യണ്ടേ, എങ്ങനെ പോകണ്ടേ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. ഇനി അടുത്തത് എങ്കടാണ് എന്നുള്ള പ്ലാനിങ്. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഓട്ടോ വന്നു. ആ ഓട്ടോയിലാണ് ഞങ്ങൾ അന്ന് മുഴുവൻ കറങ്ങിയത്. ആ ചേട്ടൻ നല്ല ഗൈഡായിരുന്നു, സത്യത്തിൽ നല്ല ഡ്രൈവറും നല്ല ഗൈഡായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം യാത്രകൾ തുടങ്ങുകയാണ്. ചായ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് പോണത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കേട്ടോ. ഗംഭീര ക്ഷേത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രമാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രം. നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. നമ്മുടെ ക്യാമറമാൻ ഗംഭീരമായിട്ട് വീഡിയോ എടുത്ത് തന്ന കാരണം വീഡിയോ നല്ല എനക്കല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അത് കാരണം കൂടുതൽ ചെങ്കലിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അത്യാവശ്യം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വരാൻ തോന്നിയില്ല. പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം കുറച്ച് നേരം ഇരുന്ന് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ.
ഇവിടെ ഇതാ കാണുന്ന ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. പിന്നെ നമ്മൾ നേരെ ആഴിമല ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഗംഭീര സ്റ്റാച്ചു ആട്ടോ. ഞങ്ങളൊരു ഈവനിങ് ആയി പോയപ്പോൾ. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ക്ലൈമറ്റും കടലിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ശിവൻ്റെ ആ പ്രതിമ കാണാനായിട്ട്. പിന്നെ ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ ഭയങ്കര രസം. നല്ല ഹൈറ്റിൽ നിന്ന് താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഓട്ടോയിലെ കാരണം ഒരു ഓട്ടോ പ്രദക്ഷിണമായിരുന്നു. ആള് പറഞ്ഞു കേട്ടോ, നമ്മൾ കുറേ സ്ഥലം പറഞ്ഞു. ബോട്ടിങ് ഉണ്ട്, കോവളുണ്ട്, അഴിമല, ചെങ്കല്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക്. പിന്നെ ലൈറ്റ് ഹൗസ്, വിഴിഞ്ഞം, ഇതൊക്കെ ഒരു ദിവസം ഈ 4 മണിക്ക് ഞങ്ങളവിടെ എത്തി. ആ നേരം കൊണ്ട് ഞങ്ങളെ ഇവിടേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് നേരം ഇപ്പോൾ തന്നെ ഈ സമയമായി. അപ്പം നമുക്ക് നേരം ഉണ്ടാവില്ല. ശിവൻ്റെ ആ പ്രതിമേര ആ ഫിനിഷിങ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ട്. ഗംഗാദേവി തലയിലിരിക്കണ, തിരിച്ചടയിലിരിക്കണ ആ ഒരു സ്ട്രക്ചർ, ഗംഭീര സ്ട്രക്ചറായിട്ട്. അത് ആ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ആകുമ്പോൾ പറയാൻ വയ്യ. പിന്നെ അടുത്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയുന്നത് വിഴിഞ്ഞം ഹാർബർ ആയിട്ട്. അത് പോയില്ലെങ്കിൽ മിസ്സായനെ. കാരണം വെച്ചാൽ ഞങ്ങൾ പോയ ടൈമും കറക്റ്റ് ടൈമായിട്ട്. ആ ബോട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നതും കടൽ ഇങ്ങനെ തിരയടിക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല. പ്രത്യേക ഒരു ആംബിയൻസ് ആയിരുന്നു വിഴിഞ്ഞ ഹാർബർ കാണാൻ. ഞങ്ങൾ അതിന് മുന്നേ പോകുമ്പോൾ വിഴിഞ്ഞ ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തനൂന് ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെ. ഇപ്പോൾ ഫുള്ള് അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ലൈറ്റിങ്ങൊക്കെ കാണുമ്പോൾ ഭയങ്കര ആംബിയൻസ് കേട്ടോ. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം ഹാർബർ. അത് ഈ ടൈമിൽ തന്നെ വരണം. ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഒരു പാനിപൂരി മേടിച്ചിട്ടാ. ഗംഭീര ടേസ്റ്റുള്ള പാനിപൂരി. ഞാൻ ഇങ്ങനെ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളിതേ ആ ഹാർബറിൻ്റെ ലൈറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നടന്നു. എനിക്ക് ഇവിടുത്തെ ഈ ആംഗിളിൽ നിന്നുള്ളത് ഈ കാഴ്ച ഉണ്ടല്ലോ, വിഴിഞ്ഞ ഹാർബറിൻ്റെ ആ ഒരു കാഴ്ച ഗംഭീരമാണ് കേട്ടോ. പറയാൻ വയ്യ, അത്രയ്ക്ക് രസമാണ്. എനിക്കത് മറക്കില്ല ഞാനത്. അത് കഴിഞ്ഞതേ നമ്മൾ കോവളത്ത് സ്പിറ്റായി. പക്ഷേ കടലിലൊന്നും കളിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ തീയെ നടത്തണ്ടല്ലോ, നമ്മൾ ഗോവയിലൊക്കെ ചെന്ന പോലെ തോന്നും. അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെ ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞങ്ങളങ്ങനെ കോവളത്തു നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് ഫുഡ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കട അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയായിട്ട് സുട ഇഡ്ഡലി കാണാം. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാനത് പ്രതീക്ഷിക്കേണ്ടത് സാധിച്ചു. കട അന്വേഷിച്ച് പോയതല്ല, പക്ഷെ അതേ നമ്മളെ വെങ്കി നിൽക്കുന്നുണ്ട്. ഞാൻ പോയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇത്തിരി ചമ്മലായിക്കാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അങ്ങനെ ഞങ്ങളിതേ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ്, തൊഴാനായിട്ട് പോവാണ്. അപ്പോൾ പോണ വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ലേറ്റ് ആവില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി. അവിടെ അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ റൂം എടുത്തേക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുണ്ട്. അപ്പോൾ സുഖമായിട്ട് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ സുട ഇഡ്ഡലി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കയറിത്തട്ടത്. ഞാൻ മുന്നേ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കട്ടോ, നമുക്കൊന്ന് കയറാൻ പറ്റി കാണാമായിരുന്നു വെങ്കിനെയൊക്കെ അവിടെ പോയി കഴിഞ്ഞാന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഫുഡ് പൊടി ഇഡ്ഡലിയൊക്കെ കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തേക്കൊക്കെ പോവുകയെന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ യാത്രകൾ ഉണ്ടാവില്ലല്ലോ. അത് കാരണം ഞാൻ പിന്നെ നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ അപ്രത്യക്ഷമായിട്ടത് കട കണ്ട് നമ്മൾ അവിടേക്ക് നൈറ്റ് ഫുഡ് കഴിക്കാൻ അവിടേക്ക് കയറി വെങ്കിനെ കണ്ട് ഫോട്ടോ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, സന്തോഷമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. നമ്മളങ്ങനെ കയറി അങ്ങനെ പറഞ്ഞെടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഫോട്ടോ എടുത്തത് നമുക്കൊരു മെമ്മറി ആയിട്ടുണ്ട്. അതായത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അപ്പുറത്തുനിന്ന് നടന്നു വന്നിട്ടോ ഫ്രണ്ടിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അത് കാരണം കുറേ നേരം നിന്ന് തൊഴുതിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ട് അപ്പോഴേക്കും ഇപ്പോൾ 1 മണിക്ക് 2 മണിക്ക് ആവാറായിട്ടുണ്ട്.
അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായ കാരണം വരി നിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് തൊഴുത് പോകുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളൊരു താലി മീൽസാണ് പറഞ്ഞത്. അപ്പോൾ തഞ്ഞൂനൊക്കെ അത് മീൽസൊക്കെ പറയുന്നത് വേസ്റ്റാണ്, അത് കുറച്ചേ കഴിക്കുള്ളൂ. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ ഞങ്ങൾ കരുതി ഫുഡ് കഴിക്കാൻ. അന്നപൂർണ്ണ എന്നാണ് പേര്. വീണ്ടും ഞങ്ങളുടെ ഓട്ടോറിക്ഷ യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് 8 മണിക്കാണ് നമ്മുടെ KSRTCയിലെ വോൾവോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർക്ക് പോകാനായിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ നമ്മുടെ സൂ കാണാനായിട്ട് പോവാണ്. സൂ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു സമയമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രിവാൻഡ്രത്തെ സൂ. കുറേ കാണാനുണ്ട്, കുറേ മൃഗങ്ങളുണ്ട്. അതാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ കർണാടകയിൽ നിന്നുള്ള കുട്ടികളൊക്കെ തോന്നുന്നുണ്ട്. അപ്പുറത്ത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഓരോ മൃഗങ്ങളായിട്ട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ആയിട്ട് കണ്ട് നേരം പോകണമെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എന്നാൽ പോലും മൃഗങ്ങൾ ഇഷ്ടം പോലെയുള്ള കാരണം നമുക്ക് നല്ല വെറുത്താണ് സൂല് കയറി കഴിഞ്ഞ്. അപ്പോൾ കുറേ നേരം നമ്മുടെ അങ്ങനെ സൂല് പോയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിംഹത്താനെ കണ്ടപ്പോൾ സിംഹം നല്ല ഉറക്കത്തിലാണ്. ഇവിടെ പുറത്തുനിന്ന് ചെക്കന്മാരൊക്കെ ഓളിയിടുന്നുണ്ട്, ബഹളമൊക്കെ വെക്കുന്നുണ്ട്. ആൾക്കൊരു അനക്കില്ല, നല്ല ഉറക്കത്തിലാണ്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത തോന്നിയത്, ആ സിറ്റിയിൽ തന്നെ ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. കനകക്കുന്ന് കൊട്ടാരം, മ്യൂസിയം, അവിടുത്തെ സൂ, അങ്ങനെ ചുറ്റും. പിന്നെ കുറേ 2-3 പാർക്ക് അവിടെ തന്നെ ഞാൻ കണ്ടു. ആ റൗണ്ടിൽ തന്നെ പാർക്കുകളുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആണെങ്കിലും ആളുകളൊക്കെ പോയിട്ട് സമയം ചെലവിടാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ബീച്ചിലേക്ക് പോയാലും ഓക്കെ. ബീച്ച് പിന്നെ ഇത്തിരി ടൗണിൽ നിന്ന് കുറച്ച് പോകണം. എന്നുവെച്ചാൽ പോലും ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ് തിരുവനന്തപുരം. അത് തന്നെയാണ് നമ്മൾ ചെന്ന നേരം മൃഗങ്ങളുടെ ഒരു റെസ്റ്റിംഗ് ടൈമാണെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ആർക്കും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം തന്നെ ഉറക്കം. ഫുഡൊക്കെ കഴിച്ച് അവർ ചെറിയൊരു മയക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ ചെന്നത്. അത് കാരണം അവരെങ്ങനെ ആയിട്ട് നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ആ കൂടി നമ്മുടെ പുള്ളിപ്പുലി ഉഷാറായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കൊട്ടാരം പോവാൻ 8 മണിക്കാണ് ബസ് ബുക്ക് ചെയ്ത് വെക്കുന്നത്. അതുവരെ അങ്ങനെ കറങ്ങണം. ധാരാളം കൊട്ടാരങ്ങളുടെ നാടും കൂടിയാണല്ലോ നമ്മുടെ തിരുവനന്തപുരം. അതിപ്പോൾ മ്യൂസിയമായിട്ടും പണ്ട് രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരങ്ങളും വേനൽക്കാല വസതികളൊക്കെ ഇപ്പോൾ മ്യൂസിയം, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള മ്യൂസിയങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾക്ക് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത്. ഈ മ്യൂസിയങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനും പിന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ആളുകൾ വരുന്നുണ്ട് എന്നാൽ പോലും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിപ്പോൾ പോണത് കനകക്കുന്ന് കൊട്ടാരം കേട്ടോ. എന്തൊരു സ്ട്രക്ചറല്ല ഓരോ കൊട്ടാരങ്ങളും കാണാനായിട്ട്. ഓരോ കൊട്ടാരത്തിനും ഓരോ ഭംഗിയാണ്. എനിക്ക് ഈ മ്യൂസിയങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാജകൊട്ടാരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാനൊക്കെ ആയിട്ട്. പക്ഷേ രണ്ടും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ചെന്ന നേരം ആകുമ്പോഴേക്കും അത് പുറത്തൊക്കെ അടച്ചു. അപ്പോൾ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലീൻ സിറ്റി, അതെനിക്ക് ഫസ്റ്റ് പറയാൻ പറ്റിയ ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിന് ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അടുത്തൊരു ഉദാഹരണം കേട്ടോ KSRTC ബസ് സ്റ്റാൻഡ്. നമ്മൾ സാധാരണ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കാണുന്ന ഒരു വൃത്തികൾ ഞാൻ അവിടെ കണ്ടില്ല. നമ്മൾ അന്നത്തെ ദിവസം കണ്ടില്ല. പിന്നെ അടിപൊളി ബിൽഡിങ്, അതൊരു മാളാന്ന് തോന്നും. അത് KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഐ ലവ് ട്രിവാൻഡ്രം. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർക്ക് തിരിച്ചു പോരാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ബൈ.